അൻവർ പോയാൽ CPM-ൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുതന്നെയാണ് യാഥാർത്ഥ്യം. എങ്ങനെയെങ്കിലും കോൺഗ്രസിലേക്ക് ചേക്കേറുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി VD സതീശനോടൊക്കെ മാപ്പ് പറഞ്ഞും മറ്റും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും CPM-ന് യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അൻവറിൻ്റേത് രാഷ്ട്രീയ ആത്മഹത്യയാണെന്നും അൻവർ പോയത് തൃണത്തിന്റെ വില പോലുമില്ലാത്ത പാർട്ടിയിലേക്കാണെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയുള്ള പാർട്ടികൾക്കൊന്നും അൻവറിനെ വേണ്ട. അതാണ് അങ്ങ് നോർത്തിൽ പോയി തൃണമൂലിൽ ചേർന്നത്. അൻവറിന് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുന്ന കാര്യമല്ല ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത് എന്നും AK ബാലൻ പറഞ്ഞു. അൻവർ പോയതുകൊണ്ട് LDF-ന് സംഭവിക്കില്ല എന്നും AK ബാലൻ വ്യക്തമാക്കി. PV അൻവർ രാജിവെച്ചാലും ഒരു ചലനവും ഉണ്ടാകില്ലെന്നും അൻവറിൻ്റേത് പിന്തിരിപ്പൻ നയങ്ങളാണ് എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞിരുന്നു. അൻവർ നേരത്തെ തന്നെ UDF-ന്റെ ഭാഗമായിരുന്നുവെന്നും ഒടുവിൽ അവിടെ ചെന്ന് ചേരുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് LDF പിന്തുണയോടെ നിലമ്പൂരിൽ നിന്നും ആദ്യമായിട്ട് വിജയിക്കുന്നത്. അന്ന് UDF-ലെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ 11,504 വോട്ടുകൾക്കായിരുന്നു അൻവറിന്റെ വിജയം. 2021-ൽ 2,794 വോട്ടുകൾക്ക് VK പ്രകാശിനെയും പരാജയപ്പെടുത്തി അദ്ദേഹം രണ്ടാം തവണയും നിയമസഭയിലേക്ക് എത്തി. ഇപ്പോഴിതാ CPM-നെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള കഠിന പരിശ്രമത്തിലാണ് അൻവർ. അതേസമയം PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചിരുന്നു. MLA സ്ഥാനം രാജിവെച്ചുള്ള കത്ത് സ്പീക്കറുടെ ചേംബറിൽ എത്തിയാണ് PV അൻവർ കൈമാറിയത്. വാഹനത്തിലെ MLA ബോർഡ് മറച്ചുവെച്ചാണ് അൻവർ നിയമസഭയിലെത്തിയത്. MLA സ്ഥാനത്തു നിന്നുള്ള അയോഗ്യതാ നീക്കം മുൻകൂട്ടി കണ്ടാണ് അൻവറിന്റെ രാജി. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജിവെക്കാൻ അൻവർ തീരുമാനിച്ചത്. MLA സ്ഥാനം നീക്കിയ കാറിലായിരുന്നു PV അൻവർ എത്തിയത്. അൻവർ രാജിവെച്ചതോടെ നിലമ്പൂരിൽ 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ഉം അൻവറും എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് പ്രാധാന്യമുള്ളതാണ്. UDF പ്രവേശനത്തിനായി അൻവർ പലതവണ ശ്രമിച്ചെങ്കിലും മെല്ലെപ്പോക്ക് നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത്. ഇതിനിടയിലാണ് കാലാവധി തീരാൻ 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെ അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ തന്നെ മത്സരിക്കാനാണ് സാധ്യതയുള്ളത്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി മുന്നോട്ട് വെച്ച നിർദ്ദേശവും ഇതുതന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ രാജ്യസഭാ സീറ്റ് തൃണമൂൽ അൻവറിന് വാഗ്ദാനം ചെയ്തതായും സൂചനകളുണ്ട്.